നമസ്കാരം. എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇന്ന് നമുക്കതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഭാഷാഭൂഷണി ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം 1892. ഭാഷാഭൂഷണി ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം 1892. ഭാഷാഭൂഷണി സഭയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഭാഷാഭൂഷണി സഭയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. 1891 പരവൂരിൽ നിന്ന് കേശവനാശാൻ ആരംഭിച്ച പത്രമാണ് സുജാനന്ദിനി. 1891 പരവൂരിൽ നിന്ന് കേശവനാശാൻ ആരംഭിച്ച പത്രമാണ് സുജാനന്ദിനി. 1905 അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച സ്വദേശാഭിമാനിയുടെ പ്രസിദ്ധീകരണം 1906 ജനുവരിയിൽ എവിടേക്കാണ് മാറ്റിയത്? വക്കം. 1905 അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച സ്വദേശാഭിമാനിയുടെ പ്രസിദ്ധീകരണം 1906 ജനുവരിയിൽ വക്കത്തേക്കാണ് മാറ്റിയത്. 1907 തലശ്ശേരിയിൽ ആരംഭിച്ച മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ ടി ശിവശങ്കരൻ. 1907 തലശ്ശേരിയിൽ ആരംഭിച്ച മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ ടി ശിവശങ്കരൻ. 1913 മിതവാദി വിലക്ക് വാങ്ങി കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് സി കൃഷ്ണൻ. 1913 മിതവാദി വിലക്ക് വാങ്ങി കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് സി കൃഷ്ണൻ. 1917 റഷ്യൻ വിപ്ലവത്തെ പിന്തുണച്ച മലയാള പത്രം മിതവാദി. 1917 റഷ്യൻ വിപ്ലവത്തെ പിന്തുണച്ച മലയാള പത്രം മിതവാദി. മിതവാദിയുടെ ആദ്യ പത്രാധിപർ മുർക്കോത്ത് കുമാരൻ. മിതവാദിയുടെ ആദ്യ പത്രാധിപർ മുർക്കോത്ത് കുമാരൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ടിരുന്ന പത്രം വിവേകോദയം. ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ടിരുന്ന പത്രം വിവേകോദയം. SNDPയുടെ മുഖപത്രമായി വിവേകോദയം ആരംഭിച്ച വർഷം 1904. SNDPയുടെ മുഖപത്രമായി വിവേകോദയം ആരംഭിച്ച വർഷം 1904. ഏത് വർഷമാണ് K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപത്യം ഏറ്റെടുത്തത്? 1906. 1906 K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപത്യം ഏറ്റെടുത്തത്. വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ M ഗോവിന്ദൻ. വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ M ഗോവിന്ദൻ. വിദേശ വാർത്തകൾക്കായി റോയിട്ടേഴ്സ് ന്യൂസ് ഏജൻസിയുമായി ബന്ധം വെച്ച ആദ്യ മലയാള പത്രം സ്വദേശാഭിമാനി. വിദേശ വാർത്തകൾക്കായി റോയിട്ടേഴ്സ് ന്യൂസ് ഏജൻസിയുമായി ബന്ധം വെച്ച ആദ്യ മലയാള പത്രം സ്വദേശാഭിമാനി. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത് സ്വദേശാഭിമാനി. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത് സ്വദേശാഭിമാനി. കുമാരനാശാന്റെ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ച പത്രം മിതവാദി. കുമാരനാശാന്റെ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ച പത്രം മിതവാദി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രവും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ വർഷം 1907. സ്വദേശാഭിമാനി പത്രവും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ വർഷം 1907. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുമ്പോൾ K രാമകൃഷ്ണപിള്ള ഉപയോഗിച്ചിരുന്ന തൂലികാ നാമം കേരളൻ. കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുമ്പോൾ K രാമകൃഷ്ണപിള്ള ഉപയോഗിച്ചിരുന്ന തൂലികാ നാമമാണ് കേരളൻ. പ്രചാരത്തിൽ 2ാം സ്ഥാനത്തുള്ള മലയാള പത്രം മാതൃഭൂമി. പ്രചാരത്തിൽ 2ാം സ്ഥാനത്തുള്ള മലയാള പത്രം മാതൃഭൂമി. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ 1911 ആരംഭിച്ച പത്രമാണ് കേരള കൗമുദി. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ 1911 ആരംഭിച്ച പത്രമാണ് കേരള കൗമുദി. 1921 കൊല്ലത്ത് സ്വരാട് പത്രം ആരംഭിച്ചത് AK പിള്ള. 1921 കൊല്ലത്ത് സ്വരാട് പത്രം ആരംഭിച്ചത് AK പിള്ള.
അടുത്തത് നമുക്ക് മലയാള മനോരമയെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. പഴക്കത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള മലയാള പത്രമാണ് മലയാള മനോരമ. പഴക്കത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള മലയാള പത്രം മലയാള മനോരമ. 1888 ആരംഭിച്ച കേരള ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പ്രാദേശിക പത്രം. 1888 ആരംഭിച്ച കേരള ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പ്രാദേശിക പത്രമാണ്. ഏറ്റവും കൂടുതൽ എഡിഷനുകളുള്ള മലയാള പത്രം. ഏറ്റവും കൂടുതൽ എഡിഷനുകളുള്ള മലയാള പത്രമാണ് മലയാള മനോരമ. ഏത് പത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അഖില കേരള ബാലജന സംഘം രൂപവൽക്കരിച്ചത്? മലയാള മനോരമ. മലയാള മനോരമ എന്ന പത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അഖില കേരള ബാലജന സംഘം രൂപവൽക്കരിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പത്രമാണ് മലയാള മനോരമ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള പത്രം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള പത്രമാണ് മലയാള മനോരമ. ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്ത് അച്ചടിക്കുന്ന സംവിധാനമായ ഫാക്സിമിലി മലയാള പത്രരംഗത്ത് ആദ്യമായി നടപ്പാക്കിയത് മലയാള മനോരമ. ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്ത് അച്ചടിക്കുന്ന സംവിധാനമായ ഫാക്സിമിലി മലയാള പത്രരംഗത്ത് ആദ്യമായി നടപ്പാക്കിയത് മലയാള മനോരമ. കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മലയാള മനോരമ. കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ. ധർമ്മോസ്മത് കുലദൈവതം എന്ന മുഖവാക്യമുള്ള പത്രം. ധർമ്മോസ്മത് കുലദൈവതം എന്ന മുഖവാക്യമുള്ള പത്രം ഏതാണ്? മലയാള മനോരമ. മലയാളത്തിൽ ആദ്യമായി ഓഡിയോ പതിപ്പ് കാഴ്ച എന്ന ആപ്പിലൂടെ പുറത്തിറക്കിയ പത്രം കേരള കൗമുദി. മലയാളത്തിൽ ആദ്യമായി ഓഡിയോ പതിപ്പ് കാഴ്ച എന്ന ആപ്പിലൂടെ പുറത്തിറക്കിയ പത്രം കേരള കൗമുദി. ഏത് വർഷമാണ് എ ബാലകൃഷ്ണപിള്ള സമദർശിയുടെ പത്രാധിപരായത്? 1922. 1922 എ ബാലകൃഷ്ണപിള്ള സമദർശിയുടെ പത്രാധിപരായത്. ഏത് വർഷമാണ് കെ അയ്യപ്പൻ സഹോദരൻ പത്രം ആരംഭിച്ചത്? 1917. 1917 കെ അയ്യപ്പൻ സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത്. പുളിക്കുന്നത്ത് രാമൻ മേനോൻ 1918 തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പത്രം സമദർശി. പുളിക്കുന്നത്ത് രാമൻ മേനോൻ 1918 തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പത്രമാണ് സമദർശി. സമദർശി നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ M.E. വാട്സ്. സമദർശി നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ M.E. വാട്സ്. സമദർശിയുടെ ആദ്യ പത്രാധിപർ കുന്നത്ത് ജനാർദ്ദന മേനോൻ. സമദർശിയുടെ ആദ്യ പത്രാധിപർ കുന്നത്ത് ജനാർദ്ദന മേനോൻ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെട്ട ചിത്രം മിതവാദി. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെട്ട പത്രം മിതവാദി. C.V. കുഞ്ഞുരാമന്റെ നേതൃത്വത്തിൽ മൂലൂർ S. പത്മനാഭ പണിക്കർ പത്രാധിപരായി കൊല്ലത്തിനടുത്ത് മയ്യനാട്ടു നിന്നും കേരള കൗമുദി വാരികയായി ആരംഭിച്ച വർഷം 1911 ഫെബ്രുവരി 1. C.V. കുഞ്ഞുരാമന്റെ നേതൃത്വത്തിൽ മൂലൂർ S. പത്മനാഭ പണിക്കർ പത്രാധിപരായി കൊല്ലത്തിനടുത്ത് മയ്യനാട്ടു നിന്നും കേരള കൗമുദി വാരികയായി ആരംഭിച്ച വർഷമാണ് 1911 ഫെബ്രുവരി 1. തിരുവിതാംകൂറിൽ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ആദ്യ പത്രം സ്വരാട്. തിരുവിതാംകൂറിൽ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ആദ്യ പത്രം സ്വരാട്. തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം ലോകമാന്യൻ. വർഷം 1920. തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം ലോകമാന്യൻ. വർഷം 1920. മാതൃഭൂമിയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ കെ മാധവൻ നായർ. മാതൃഭൂമിയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ കെ മാധവൻ നായർ. ക്ലബ് FM എന്ന റേഡിയോ ചാനൽ ആരംഭിച്ചത് മാതൃഭൂമി. ക്ലബ് FM എന്ന റേഡിയോ ചാനൽ ആരംഭിച്ചത് മാതൃഭൂമി. 1924 കോഴിക്കോട് അൽ-അമീൻ പത്രം സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 1924 കോഴിക്കോട് അൽ-അമീൻ പത്രം സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 1929 കൊല്ലത്തു നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം പത്രത്തിന്റെ സ്ഥാപകൻ KG ശങ്കർ. 1929 കൊല്ലത്തു നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം പത്രത്തിന്റെ സ്ഥാപകൻ KG ശങ്കർ.
മലയാള രാജ്യത്തിന്റെ ആദ്യ പത്രാധിപർ KG ശങ്കർ. ആദ്യ പത്രാധിപരും സ്ഥാപകനും KG ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ പ്രഭാത പത്രം എന്നറിയപ്പെടുന്നത് മലയാള രാജ്യം. കേരളത്തിലെ ആദ്യത്തെ പ്രഭാത പത്രം എന്നറിയപ്പെടുന്നത് മലയാള രാജ്യം. നഷ്ടത്തിലായതോടെ കേസരിയുടെ അച്ചടി അവസാനിപ്പിച്ച വർഷം 1935. നഷ്ടത്തിലായതോടെ കേസരിയുടെ അച്ചടി അവസാനിപ്പിച്ച വർഷം 1935. 1934 ചന്ദ്രിക പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് എവിടെ നിന്നാണ്? തലശ്ശേരി. നിലവിൽ ആസ്ഥാനം കോഴിക്കോട്. 1934 ചന്ദ്രിക പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് തലശ്ശേരിയിൽ നിന്നുമാണ്. നിലവിൽ ആസ്ഥാനം കോഴിക്കോട്. മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പത്രം ചന്ദ്രിക. മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പത്രം ചന്ദ്രിക. മംഗളപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1989. മംഗളപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1989. രാമചന്ദ്രവിലാസം ആദ്യമായി അച്ചടിച്ചു വന്ന പത്രം മലയാളി. രാമചന്ദ്രവിലാസം ആദ്യമായി അച്ചടിച്ചു വന്ന പത്രം മലയാളി. എവിടെ നിന്നാണ് ജന്മഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത്? കോഴിക്കോട്. കോഴിക്കോട് നിന്നാണ് ജന്മഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. എവിടെ നിന്നാണ് തിരുവിതാംകൂർ അഭിമാനി എന്ന പത്രം ആരംഭിച്ചത്? നാഗർകോവിൽ. നാഗർകോവിൽ നിന്നാണ് തിരുവിതാംകൂർ അഭിമാനി എന്ന പത്രം ആരംഭിച്ചത്. ഏത് വർഷമാണ് കേരളോപകാരി പ്രസിദ്ധപ്പെടുത്തിയത്? 1847. 1847 കേരളോപകാരി പ്രസിദ്ധപ്പെടുത്തിയത്. ജന്മഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1975. ജന്മഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1975. ജന്മഭൂമിയുടെ ആദ്യ പത്രാധിപർ PVK നെടുങ്ങാടി. ജന്മഭൂമിയുടെ ആദ്യ പത്രാധിപർ PVK നെടുങ്ങാടി. കേരളത്തിൽ ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രം മിതവാദി. കേരളത്തിൽ ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രം മിതവാദി. കേരളത്തിലെ ആദ്യത്തെ കോളേജ് മാഗസിൻ വിദ്യാസംഗ്രഹം. കേരളത്തിലെ ആദ്യത്തെ കോളേജ് മാഗസിൻ ആണ് വിദ്യാസംഗ്രഹം. കോൺഗ്രസ് കേരള ഘടകത്തിന്റെ മുഖപത്രം വീക്ഷണം. കോൺഗ്രസ് കേരള ഘടകത്തിന്റെ മുഖപത്രം വീക്ഷണം. A. ബാലകൃഷ്ണ പിള്ള 1930 സ്ഥാപിച്ച പത്രം കേസരി. A. ബാലകൃഷ്ണ പിള്ള 1930 സ്ഥാപിച്ച പത്രമാണ് കേസരി. ഏത് വർഷമാണ് ചന്ദ്രികയുടെ ആസ്ഥാനം കോഴിക്കോട്ടേക്ക് മാറ്റിയത്? 1946. 1946 ചന്ദ്രികയുടെ ആസ്ഥാനം കോഴിക്കോട്ടേക്ക് മാറ്റിയത്. ചന്ദ്രിക ദിനപത്രമായ വർഷം 1938. ചന്ദ്രിക ദിനപത്രമായ വർഷം 1938. ചന്ദ്രികയുടെ ആദ്യ പത്രാധിപർ തൈലക്കണ്ടി C. മുഹമ്മദ്. ചന്ദ്രികയുടെ ആദ്യ പത്രാധിപർ തൈലക്കണ്ടി C. മുഹമ്മദ്. തൃശൂരിൽ നിന്ന് VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ പത്രാധിപത്യത്തിൽ ദീനബന്ധു പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1941. തൃശൂരിൽ നിന്ന് VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ പത്രാധിപത്യത്തിൽ ദീനബന്ധു പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1941. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI കേരള ഘടകത്തിന്റെ മുഖപത്രം ജനയുഗം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIയുടെ കേരള ഘടകത്തിന്റെ മുഖപത്രം ജനയുഗം. കൊല്ലത്ത് നിന്ന് വാരികയായി ജനയുഗം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1947. കൊല്ലത്ത് നിന്ന് വാരികയായി ജനയുഗം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1947. ജനയുഗത്തിന്റെ ആദ്യ പത്രാധിപർ N. ഗോപിനാഥൻ നായർ. ജനയുഗത്തിന്റെ ആദ്യ പത്രാധിപർ N. ഗോപിനാഥൻ നായർ. ജനയുഗം ദിനപത്രമായി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1953 നവംബർ 16. ജനയുഗം ദിനപത്രമായി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1953 നവംബർ 16. 1993 അച്ചടി മുടങ്ങിയ ജനയുഗം പുനഃപ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 2007. 1993 അച്ചടി മുടങ്ങിയ ജനയുഗം പുനഃപ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 2007. നിലവിൽ ജനയുഗത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. നിലവിൽ ജനയുഗത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. 1942 ദേശാഭിമാനി പത്രത്തിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? കോഴിക്കോട്.
1942 ദേശാഭിമാനി പത്രത്തിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോട് നിന്നുമാണ്. നിലവിൽ ദേശാഭിമാനി പത്രത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ദേശാഭിമാനിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന പത്രം ദേശാഭിമാനി ദിനപത്രമായ വർഷം 1946. ദേശാഭിമാനി ദിനപത്രമായ വർഷം 1946. കോട്ടയത്ത് നിന്ന് 1969 മംഗളം മാസിക ആരംഭിച്ചത് MC വർഗീസ്. മംഗളം മാസിക ആരംഭിച്ചത് MC വർഗീസ്. PK ബാലകൃഷ്ണൻ പത്രാധിപരായി 1987 ജൂൺ 1 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം മാധ്യമം. PK ബാലകൃഷ്ണൻ പത്രാധിപരായി 1987 ജൂൺ 1 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം മാധ്യമം. പ്രസിദ്ധീകരണം നിലച്ചുപോയ വീക്ഷണത്തിന്റെ അച്ചടി പുനരാരംഭിച്ച വർഷം 2005. പ്രസിദ്ധീകരണം നിലച്ചുപോയ വീക്ഷണത്തിന്റെ അച്ചടി പുനരാരംഭിച്ച വർഷം 2005. 1976 വീക്ഷണം പത്രം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി. ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ വക്കം മൗലവിയുടെ പത്രം ദീപിക. പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ പ്രസിദ്ധീകരിച്ച സംസ്കൃത പത്രം വിജ്ഞാന ചിന്താമണി. കൊച്ചി രാജ്യത്ത് വൈദ്യുതി സമരകാലത്ത് കേരളൻ എന്ന പത്രം ആരംഭിച്ചത് ഇക്കണ്ട വാര്യർ. ഏത് പ്രസിദ്ധീകരണത്തിലാണ് യേശുദാസൻ, ജുബാ ചേട്ടൻ, പൊന്നമ്മ സൂപ്രണ്ട് എന്നീ കാർട്ടൂണുകൾ വരച്ചിരുന്നത്? മലയാള മനോരമ. പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായ മാതൃഭൂമിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന പത്രപ്രവർത്തകനാണ് T. വേണുഗോപാൽ. പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായ മാതൃഭൂമിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന പത്രപ്രവർത്തകനാണ് T. വേണുഗോപാൽ. പ്രശസ്ത കവിയത്രി സുഗതകുമാരി ചീഫ് എഡിറ്റർ ആയിരുന്ന പ്രസിദ്ധീകരണമാണ് തളിര്. തളിര്. ഏത് പ്രശസ്ത പത്രപ്രവർത്തകന്റെ പംക്തിയായിരുന്നു ഓവർ എ കപ്പ് ഓഫ് ടീ? പോത്തൻ ജോസഫ് എന്ന പ്രശസ്ത പത്രപ്രവർത്തകന്റെ പംക്തിയായിരുന്നു ഓവർ എ കപ്പ് ഓഫ് ടീ. കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന കവി NV കൃഷ്ണവാര്യർ. ചന്ദ്രിക പത്രത്തിൽ സബ് എഡിറ്ററായി ജോലി ചെയ്തിരുന്ന ഏത് വ്യക്തിയാണ് പിൽക്കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുമായത്? CH മുഹമ്മദ് കോയ. ചന്ദ്രിക പത്രത്തിൽ സബ് എഡിറ്ററായി ജോലി ചെയ്തിരുന്ന CH മുഹമ്മദ് കോയ എന്ന വ്യക്തിയാണ് പിൽക്കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയുമായത്. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകൻ കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ള. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ അൽ ഇസ്ലാം. മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ മാസിക ഭാഷാപോഷിണി. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാവിലാസിനി. വനിതകളുടെ നേതൃത്വത്തിൽ മലയാളത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ പ്രസിദ്ധീകരണം ശാരദ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ മാസിക യുറീക്ക. മാതൃഭൂമിയുടെ യാത്രാ മാസിക മാതൃഭൂമി യാത്ര. മലയാള മനോരമയുടെ യാത്രാ മാസിക ട്രാവലർ.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ബാലശാസ്ത്ര സാഹിത്യ അനുകാലികം യുറീക്ക. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ബാലശാസ്ത്ര സാഹിത്യ അനുകാലികം യുറീക്ക. മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണബോധിനി, വർഷം 1886. മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണബോധിനി, വർഷം 1886. സ്ത്രീകളുടെ അവകാശങ്ങൾ ചർച്ച വിഷയമാക്കിയ ആദ്യ മലയാള പ്രസിദ്ധീകരണം ശ്രീമതി. സ്ത്രീകളുടെ അവകാശങ്ങൾ ചർച്ച വിഷയമാക്കിയ ആദ്യ മലയാള പ്രസിദ്ധീകരണം ശ്രീമതി. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മാഗസിൻ ഹെറാൾഡ് സ്പോർട്സ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മാഗസിൻ ഹെറാൾഡ് സ്പോർട്സ്. ഹെറാൾഡ് സ്പോർട്സിന്റെ ഉപജ്ഞാതാവ് BP മൊയ്തീൻ. ഹെറാൾഡ് സ്പോർട്സിന്റെ ഉപജ്ഞാതാവ് BP മൊയ്തീൻ. മലയാള മനോരമ ഗ്രൂപ്പിന്റെ കൃഷി മാസിക കർഷകശ്രീ. മലയാള മനോരമ ഗ്രൂപ്പിന്റെ കൃഷി മാസിക കർഷകശ്രീ. ദീപിക പ്രസിദ്ധീകരിക്കുന്ന കൃഷി മാസിക കർഷകൻ. ദീപിക പ്രസിദ്ധീകരിക്കുന്ന കൃഷി മാസിക കർഷകൻ. മലയാള മനോരമ ഗ്രൂപ്പിന്റെ ബിസിനസ് മാസിക സമ്പാദ്യം. മലയാള മനോരമ ഗ്രൂപ്പിന്റെ ബിസിനസ് മാസിക സമ്പാദ്യം. കേരളത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ആദ്യ പ്രസിദ്ധീകരണം കൃഷിക്കാരൻ, വർഷം 1909. കേരളത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ആദ്യ പ്രസിദ്ധീകരണം കൃഷിക്കാരൻ, വർഷം 1909. സ്വദേശാഭിമാനി K. രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയതോടെ പ്രസിദ്ധീകരണം നിലച്ച വനിതാ മാസിക ഏതാണ്? ശാരദ. സ്വദേശാഭിമാനി K. രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയതോടെ പ്രസിദ്ധീകരണം നിലച്ച വനിതാ മാസിക ശാരദ. മലയാള മനോരമ ഗ്രൂപ്പിന്റെ പ്രസിദ്ധീകരണമായി ഭാഷാപോഷിണി പുറത്തിറങ്ങാൻ തുടങ്ങിയ വർഷം 1977. മലയാള മനോരമ ഗ്രൂപ്പിന്റെ പ്രസിദ്ധീകരണമായി ഭാഷാപോഷിണി പുറത്തിറങ്ങാൻ തുടങ്ങിയ വർഷം 1977. 1905 പന്തളം കേരളവർമ്മയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം കവന കൗമുദി. 1905 പന്തളം കേരളവർമ്മയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം കേരള കൗമുദി. 1905 തിരുവനന്തപുരത്ത് കേരളൻ മാസിക ആരംഭിച്ചതാരെ? K. രാമകൃഷ്ണപിള്ള. 1905 തിരുവനന്തപുരത്ത് കേരളൻ മാസിക ആരംഭിച്ചത് K. രാമകൃഷ്ണപിള്ള. എവിടെ നിന്നാണ് കവന കൗമുദി പ്രസിദ്ധീകരിച്ചിരുന്നത്? പന്തളം. പന്തളത്തു നിന്നാണ് കവന കൗമുദി പ്രസിദ്ധീകരിച്ചിരുന്നത്. വാർത്തയും പരസ്യവും പുസ്തക വിമർശനവും മുഖപ്രസംഗവും ഉൾപ്പെടെ എല്ലാം പദ്യത്തിലായിരുന്ന മലയാള പ്രസിദ്ധീകരണം കവന കൗമുദി. വാർത്തയും പരസ്യവും പുസ്തക വിമർശനവും മുഖപ്രസംഗവും ഉൾപ്പെടെ എല്ലാം പദ്യത്തിലായിരുന്ന മലയാള പ്രസിദ്ധീകരണമാണ് കവന കൗമുദി. മലയാളി എന്ന രാഷ്ട്രീയ മാസിക തുടങ്ങിയത് C. കൃഷ്ണപിള്ള. മലയാളി എന്ന രാഷ്ട്രീയ മാസിക തുടങ്ങിയത് C. കൃഷ്ണപിള്ള. കേരളത്തിലെ പ്രശസ്തമായ ഇൻലാൻഡ് മാസികയായ ഇന്നിന്റെ പത്രാധിപർ മണമ്പൂർ രാജൻ ബാബു. കേരളത്തിലെ പ്രശസ്തമായ ഇൻലാൻഡ് മാസികയായ ഇന്നിന്റെ പത്രാധിപർ മണമ്പൂർ രാജൻ ബാബു. ഏറ്റവും കൂടുതൽ കാലം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഇൻലാൻഡ് മാഗസിൻ ഇന്ന്. ഏറ്റവും കൂടുതൽ കാലം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഇൻലാൻഡ് മാഗസിൻ ഇന്ന്. ഭാഷാപോഷിണിയുടെ ആദ്യ പത്രാധിപർ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഭാഷാപോഷിണിയുടെ ആദ്യ പത്രാധിപർ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.